ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ തമ്പനെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ മേക്ക് ചെയ്യുന്നതിൻ്റെയും അതുപോലെ അതിൻ്റെ പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യാനും നമുക്ക് എങ്ങനെ കൂടുതൽ ഓർഡേഴ്സ് കിട്ടാമെന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാം എന്നുള്ളതാണ് നമ്മുടെ പുതിയ ക്രാഫ്റ്റേഴ്സിൻ്റെ മെയിൻ ഡൗട്ട്. കൂടുതലും നമ്മൾ ചെയ്യുന്ന വർക്ക്സിൻ്റെ പോസ്റ്റ് ചെയ്യണം. നമ്മളെപ്പോഴും പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേറൊരു ഒറിജിനൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ, പേഴ്സണൽ അക്കൗണ്ട്, അതിലോട്ടും അതിനെ ഷെയർ ചെയ്യുക, അതിനെ റീപോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വെച്ചും നിങ്ങൾ അവരുടെ അടുത്ത് അത് മെൻഷൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. പിന്നെ ആദ്യം നമുക്ക് വർക്ക്സ് കിട്ടാനായിട്ട് ചെറിയ രീതിയിൽ വലിയ മുതൽ മുടക്കില്ലാത്ത ചെറിയ ഗിഫ്റ്റ്സ് നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വെറുതെ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ നമുക്കിടെ ചെയ്യാം. ഇപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ വർക്ക് എനിക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയിൽ നിന്നുള്ളതാണ്. അതായത് പുള്ളിയുടെ കസിൻ എന്നുള്ളതാണ് നമുക്ക് ഈ വർക്ക് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സ്റ്റോറീസ് ഇടുക, പോസ്റ്റ് ഇടുക, റീൽ ഇടുക, ചെറിയ വർക്കുകളാണെങ്കിലും അതെപ്പോഴും, അതായത് വ്യൂവേഴ്സ് നോക്കുമ്പോൾ നമ്മുടെ പോസ്റ്റുകളും നമ്മുടെ വർക്കുകളും എപ്പോഴും അവരുടെ ഫീഡിൽ വരുവാണെങ്കിൽ, എപ്പോഴും അവരൊരു ആവശ്യം വരുവാണെങ്കിൽ ഒരു ഹാമ്പർ ചെയ്യണം എന്നുള്ളൊരിത് വരുമ്പോൾ നമ്മളെ പറ്റി അവർ ചിന്തിക്കും. അങ്ങനെയാണ് നമുക്ക് വർക്ക്സ് വരുന്നത്. കൂടുതലും നമ്മളെപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പം ഇന്നത്തെ എൻഗേജ്മെൻറ്റ് ഹാമ്പറിന് വളരെ മിനിമലായിട്ടുള്ളതായിരുന്നു. ഒരു ബോക്സ് ചോക്ലേറ്റിൻ്റെ ഒരു ഹാമ്പറും വേണം, അതുപോലെ ഒരു ബൊക്കയും വേണം എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള തന്നെ ലോക്കൽ ഷോപ്പിൽ പോയിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്. അവിടെ നല്ല ഇമ്പോർട്ടൻറ്റ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോക്സസും അവിടെ അവൈലബിൾ ആണ്, പല ടൈപ്സ് ഉള്ള. അപ്പം അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ആവുമ്പോൾ നമുക്കത് ഒരു ഐഡിയ ഉണ്ടാവും. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഏത് ബോക്സ് വേണം, ഏത് ചോക്ലേറ്റ് വേണം, അതിൻ്റെ റേറ്റ് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ചോക്ലേറ്റ്സ് എല്ലാം വെച്ച് നോക്കി നമുക്കത് അറേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഒഴിവാകും. നമ്മൾ ചോക്ലേറ്റ്സ് ഇഷ്ടത്തിനനുസരിച്ച് മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പം ചിലത് അതിൻ്റെ സൈസ് കാര്യങ്ങളിൽ വ്യത്യാസം വരുമ്പോൾ അതിലൊരു അഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് തന്നെ ഈ ബോക്സും, അതായത് ഈ ഒരു ഹാമ്പറിൻ്റെ വുഡൻ ഹാമ്പറും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് നോക്കും. പിന്നെ നമുക്ക് ഈ ഹാമ്പറിൽ തന്നെ നമുക്ക് ക്ലോത്ത് വേണമല്ലോ, നെറ്റിൻ്റെ ക്ലോത്ത് വേണം. അപ്പം അത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 2 കളേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു മെറൂണും പിന്നെ ഒരു പേസ്റ്റൽ പിങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കളർ വരുന്ന, അത് രണ്ടും കോൺട്രാസ്റ്റ് വെച്ചപ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഹാമ്പറിൻ്റെ നെറ്റ് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ കാണുമ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കുക എന്നുള്ളതാണ് എങ്കിലും നമ്മൾ ഒരു 3 മണി സമയത്ത് പോയിട്ട് നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. ഏതാണ്ട് 8 മണി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഹാമ്പറിൻ്റെ ബോക്സ് മേടിച്ചു, കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ഫ്ലവേഴ്സും നേരത്തെ നമ്മൾ അവിടെ ബുക്ക് ചെയ്ത് പറയണം, ഇല്ലെങ്കിൽ അവിടെ ഫ്ലവേഴ്സ് കിട്ടാനും പാടായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര ഫ്ലവേഴ്സ് വേണം എന്ന് ഒരു ചെറിയ, ഇപ്പം ഞാൻ കാണിച്ച ഒരു ബൊക്കയ്ക്ക് വേണ്ടത് ഏകദേശം ഒരു 16-17 ഫ്ലവേഴ്സ് മാത്രം മതിയായിരിക്കും. പിന്നെ നമ്മൾ ജിപ്സം ഫ്ലവേഴ്സും മേടിക്കണം. അപ്പോൾ അത് നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പം എനിക്കന്ന് 2-3 വർക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ജസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് വെക്കാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ബാക്കി വർക്ക്സൊക്കെ കൊടുത്ത് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 6:30 മണി ആയിട്ടുണ്ടായിരുന്നു. 6:30 കഴിഞ്ഞിട്ട് എനിക്ക് 8 മണിക്ക് ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇവരെ ഇത് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്നായിരുന്നു ചെയ്തത്. ഞാൻ ഈ നെറ്റിൻ്റെ വെച്ചിട്ടുള്ള ബൊക്കെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പടപട ചെയ്തു. ഞാൻ ആദ്യം പയ്യെ ലീവ്സൊക്കെ എടുക്കാനൊക്കെ അതിൻ്റേതായിട്ടുള്ള ടൈം എടുത്തു എന്നുള്ളതാണ്. പെട്ടെന്ന് പറ്റില്ല, കുറേയൊക്കെ എൻ്റെ കയ്യിൽ മുള്ളും കാര്യങ്ങളൊക്കെ കൊണ്ടു. അപ്പം പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് എടുക്കുമ്പോൾ നോക്കാനായിട്ടുള്ളത് അവരുടെ ഒരു ബഡ്ജറ്റ് പറയുമല്ലോ. ബഡ്ജറ്റ് പറയുമ്പോൾ ചെറിയ ബഡ്ജറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിലിടുന്ന ബേസ് ഇടുന്ന ചോക്ലേറ്റ്സ് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ്സ് ഇട്ടിട്ട് പിന്നെ തെർമോക്കോളിൻ്റെ വെച്ചിട്ട് ഒരു ഹൈറ്റ് കൂട്ടിയിട്ട് പിന്നെ കുറച്ച് കൂടി ചോക്ലേറ്റ്സ് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പുറമേ കാണുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സിനും കുറച്ച് ലക്ഷറി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ബഡ്ജറ്റിനുള്ളിൽ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബൊക്കയും അതുപോലെ തന്നെ ഈ വുഡൻ ഹാമ്പറും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രൈസ് ഫിക്സേഷൻ നമ്മൾ എല്ലാം നോക്കണം. നമ്മൾ ബേസ് ഇടുന്ന ചോക്ലേറ്റ്സ് നമുക്ക് റേറ്റ് കുറഞ്ഞ് നമ്മൾ മേടിക്കണം. പിന്നെ മുകളിലുള്ള ചോക്ലേറ്റ് അവരുടെ ബഡ്ജറ്റ് എത്രയാണോ, അവരൊരു ബഡ്ജറ്റ് പറയുമല്ലോ, അപ്പോൾ ആ ബഡ്ജറ്റിനുള്ള രീതിയിലുള്ള ചോക്ലേറ്റ്സ് കൂടുതൽ മേടിക്കുക. നമ്മളുടെ ട്രാവൽ എക്സ്പെൻസും നമ്മുടെ ടൈമും എഫേർട്ടും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണം നിങ്ങൾ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം, ഹാമ്പറിൻ്റെയും അതുപോലെ തന്നെ ബൊക്കയുടെയും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ. നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാം പേജ് താഴെ കൊടുത്തേക്കാം.